മധു, ശുചീകരണ തൊഴിലാളി ജോയിയെ കാണാതായി ഇന്ന് മൂന്നാം ദിവസമാണ്. ഇന്ന് രാവിലെയാണ് ജോയിയെ കണ്ടെത്തുന്നത്. കഴിഞ്ഞ 2 ദിവസവും ജോയിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൃതദേഹമാണ് തിരികെ ലഭിച്ചത്. ജോയിയെ കാണാതാകുന്ന സ്ഥലം, അതിനൊപ്പം തന്നെ ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം, അത് നമുക്ക് മാപ്പിൻ്റെ സഹായത്തോടെ ഒന്ന് വിശദമാക്കാം. അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപമുള്ള ആമഴഞ്ഞ തോടിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. നമ്മുടെ തമ്പാനൂർ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ നേരെ എതിർവശം റെയിൽവേ സ്റ്റേഷൻ്റെ RMSനോട് ചേർന്നുള്ള ഭാഗം. അവിടെയാണ് ജോയിയും കൂട്ടരും ശുചീകരണ പ്രവർത്തനത്തിന് ഇറങ്ങിയത്. അതായത് ശനിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചത്. ആ സമയം ഇവിടെ നിന്നുകൊണ്ടാണ് ജോയിയും കൂട്ടുകാരും ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ആ സമയത്താണ് വലിയ ഒരു വെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നതും ജോയി ഈ വെള്ളത്തിലേക്ക് പെട്ടുപോകുന്നതും. അതിനുശേഷം അപ്പോൾ തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ച് റെസ്ക്യൂ ഓപ്പറേഷൻസ്, അതായത് ഫയർഫോഴ്സിൻ്റെ ടീം എത്തുകയും റെസ്ക്യൂ ഓപ്പറേഷൻസ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. ശനിയാഴ്ച മുഴുവൻ ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നിരുന്നത്. അതിനിടയിലും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടുകൂടിയാണ് ഈ ടണൽ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിനടിയിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ മറുവശമായ ഈ ഭാഗത്ത് പവർ ഹൗസ് റോഡിലേക്ക് എത്തുന്നത്. ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു ഞായറാഴ്ച മുഴുവൻ പരിശോധന നടത്തിയത്. ഫയർഫോഴ്സിൻ്റെ സംഘം ഇവിടെ പരിശോധിക്കുന്നു. അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കടന്ന് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ ഇളക്കി അവിടെ പരിശോധിക്കുന്നു. അതിനുശേഷം 4-5 പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ചും ഇന്നലെ ഈ പരിശോധനകൾ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ഭാഗത്ത് ഒരു അടയാളം പോലെ ഈ റോബോട്ടിക്സിൻ്റെ ക്യാമറയിൽ കണ്ടെത്തുന്നത്. അതോടുകൂടി ഈ 5-ാമത്തെ പ്ലാറ്റ്ഫോമും കടന്ന് പവർ ഹൗസ് റോഡിൻ്റെ ഭാഗത്തുള്ള ആ റെയിൽവേയുടെ ഗേറ്റ് അവിടെ കേന്ദ്രീകരിച്ച് റെസ്ക്യൂ ഓപ്പറേഷൻസ് ആരംഭിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ ഇന്നലെ മുഴുവൻ ഈ ഒരു ഭാഗം, അതായത് പവർ ഹൗസ് റോഡ് ഗേറ്റ് മുതൽ RMSൻ്റെ അവിടം വരെയുള്ള മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയത്. അതും വിഫലമായി. അതോടുകൂടി ഇന്നലെ രാത്രിയിൽ നേവി സംഘം എത്തുകയും അവരുടെ അവലോകനത്തിലും ഈ ഭാഗം കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം നടത്താനായിരുന്നു തീരുമാനം. ഇന്ന് രാവിലെയോടെ ആ രക്ഷാപ്രവർത്തനം വീണ്ടും ഈ തമ്പാനൂർ ഭാഗം മുതൽ പവർ ഹൗസ് റോഡ് വരെയുള്ള റെയിൽവേ ടണൽ, ആ ഭാഗം കേന്ദ്രീകരിച്ച് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിനിടെയാണ് ഇന്ന് രാവിലെ 9 മണി കഴിയുമ്പോഴേക്കും ഈ ഭാഗത്ത്, അതായത് തകരപ്പറമ്പിൻ കഴിഞ്ഞ് ഏതാണ്ട് ഉപ്പടാമൂട് പാലത്തിനും ഇടയിലുള്ള സ്ഥലത്ത് ശ്രീചിത്ര ഹോമിൻ്റെ ഏതാണ്ട് പിൻവശത്തായിട്ട് ഈ ഭാഗത്ത് തോട്ടിൽ ജോയിയുടെ മൃതദേഹം ഉയർന്നു വരുന്നത്, അവിടെ നിന്നാണ് കണ്ടെത്തുന്നത്. അതായത് ശനിയാഴ്ച ഇവിടെ നിന്ന് ജോയിയെ കാണാതായി. ആ തോട്ടിലൂടെ ആ ജോയിയുടെ ശരീരം ഒഴുകി ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം പവർ ഹൗസ് റോഡ് കഴിഞ്ഞ് അവിടെ നിന്ന് പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ സമീപം ആ തോട് വളഞ്ഞു പോകും. അവിടെ നിന്ന് ഈ തകരപ്പറമ്പ് ഭാഗത്തേക്ക് എത്തും. അവിടെ നിന്ന് വീണ്ടും വളഞ്ഞ് ഏതാണ്ട് ഉപ്പടാമൂട് പാലത്തിൻ്റെ സമീപത്തേക്ക് എത്തുന്ന ഈ ഒരു ഭാഗത്താണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അന്നത്തെ ആ വാട്ടർ ഫോഴ്സിൽ, അന്ന് ജോയിയെ കൊണ്ടുപോയ ആ വെള്ളപ്പാച്ചിലിൽ തന്നെ ജോയിയുടെ ശരീരം ഒഴുകി ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കാമെന്നാണ്. ഒരു പക്ഷേ ശനിയാഴ്ചയൊക്കെ ഈ പവർ ഹൗസ് റോഡിന് ഇപ്പുറമുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം, തിരച്ചിലുമൊക്കെ നടത്തിയിരുന്നെങ്കിൽ ജോയിയെ അന്ന് തന്നെ കണ്ടെത്താൻ കഴിയും എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. മാധു. ആരാണിത് കൃഷ്ണനാണ് വിശദമായി